ഇപ്പോൾ വിഷുക്കണി കാണാൻ ശബരിമലയിലും വലിയ തിരക്കാണ് കേട്ടോ പ്രേക്ഷകർ അനുഭവപ്പെടുന്നത്. ഈ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലും കണി കാണാൻ നിരവധി പേര് എത്തുന്നുണ്ട്. ഇപ്പോൾ പ്രവീൺ പുരുഷോത്തമനുണ്ട്. ആറന്മുളയിൽ നിന്നാണ് പ്രവീൺ ചേരുന്നത്. പ്രവീൺ, എങ്ങനെയുണ്ട് തിരക്കൊക്കെ? ഹാപ്പി വിഷു. ഹാപ്പി വിഷു. ഞാനിപ്പോൾ നിൽക്കുന്നത് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലാണ്. ഇന്ന് വിഷുക്കണി ദർശനത്തിന് ഈ ക്ഷേത്രത്തിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇന്ന് പുലർച്ചെ 4 മണിക്ക് ക്ഷേത്രനട തുറന്നു. സാധാരണ വിഷു ദിനത്തിൽ പുലർച്ചെ 4:30ക്കാണ് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നട തുറക്കാറ്. പക്ഷേ ഇന്ന് വലിയ ഭക്തജനത്തിരക്ക് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇന്ന് പുലർച്ചെ 4 മണിക്ക്, അതായത് അരമണിക്കൂർ മുമ്പേ തന്നെ ക്ഷേത്രനട തുറന്നു. വിഷുക്കണി ദർശനത്തിനായി ആയിരക്കണക്കിന് ഭക്തരാണ് ഇപ്പോൾ ഈ ക്ഷേത്രത്തിലേക്ക് എത്തിയിട്ടുള്ളത്. നമുക്ക് ഇപ്പോൾ നീണ്ട ക്യൂ തന്നെ കാണാം ഭക്തരുടെ. എല്ലാവരും വിഷുക്കണി കണ്ട് അവർ ഒരു പുതുവത്സരം തുടങ്ങാനുള്ള ഒരു സന്തോഷത്തിൽ കൂടിയാണ്. എങ്ങനെയുണ്ട്? നല്ല തിരക്കുണ്ട്. നല്ല എപ്പോൾ വന്നു? അമ്പലത്തിൽ എപ്പോൾ വന്നു? ഒരു മണിക്കൂർ മുമ്പ്. 1 മണിക്കൂർ മുമ്പ് വന്നു. ഇപ്പോഴും ഭയങ്കര ക്യൂ ആണ്. അതെ അതെ. എവിടെയാ വീട്? എവിടെയാ? ഞാൻ കോഴിക്കോട്ടുകാരനാണ്. കോഴിക്കോട് നിന്നാണ് വന്നത് അല്ലേ? അത് ശരി. ഇത് കഴിഞ്ഞിട്ട് ശബരിമലയ്ക്ക് പോകും. അതെ അതെ, വളരെ നല്ലതാണ്. തിരക്ക് കൂടുതലാണ് പ്രതീക്ഷിക്കുന്നത്. എങ്ങനെയാണ്? വീട്ടിൽ വിഷുക്കണി കണ്ടോ? ക്ഷേത്രത്തിൽ കൂടെ കാണാനാണ്. ഇപ്പോൾ ക്ഷേത്രം ഭാരവാഹികളും നമ്മോടൊപ്പമുണ്ട്. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ ഇന്ന് വലിയ തിരക്ക് തന്നെ. എങ്ങനെയൊക്കെയാണ് ചടങ്ങുകളൊക്കെ? എങ്ങനെയാണ്? സാധാരണ 4:30 തുറന്ന് നിർമ്മാല്യ ദർശനം നടക്കുന്നതിന് ഇന്നും നമുക്ക് 4 മണിക്ക് തന്നെ ക്ഷേത്രം നട തുറന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിന് കണി ദർശനത്തിന് ശേഷം മാത്രമേ മറ്റുള്ള പൂജകൾ, അഭിഷേകം ഉൾപ്പെടെയുള്ള പൂജകൾ നടക്കാവൂ. വിഷുക്കണി നടക്കുമ്പോൾ പൂജകളില്ല, അകത്ത് നടക്കാനൊക്കെ ഇല്ലല്ലോ. കാര്യം ഇതെല്ലാം നമ്മൾ ഭഗവാൻ, ഇവിടുത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ മുന്നിൽ തന്നെയാണ് ഇതെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. മറ്റുള്ള ക്ഷേത്രങ്ങളിലെല്ലാം മണ്ഡപത്തിലാണ്. ഇത് സോപാനത്തിനകത്ത് തന്നെയാണ്. സോപാനം മുതൽ നമ്മുടെ ഭഗവാന്റെ ഗർഭഗൃഹം വരെയുള്ള ആ പടിയിൽ മൊത്തം, അതായത് സ്വർണ്ണക്കുടം, വെള്ളിക്കുടങ്ങൾ, പിന്നെ കൈവട്ട, സ്വർണ്ണ കൈവട്ടക, അതുപോലുള്ള കാര്യങ്ങൾ, ഗരുഡവാഹനം, ആനച്ചമയങ്ങൾ, പിന്നെ നമ്മുടെ സ്വർണ്ണത്തിടമ്പുകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ നാട്ടു വിഭവങ്ങൾ, അതായത് മാങ്ങ, വെള്ളരിക്ക, മാങ്ങ, മത്തങ്ങ, അങ്ങനെയുള്ള വിഭവങ്ങളെല്ലാം തന്നെ നമ്മളിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഭക്തർക്ക് ചെറിയൊരു ആശങ്കയുടെ 9 മണി വരെയാണ് ഇപ്പോൾ വിഷുക്കണി ദർശനം എന്ന് പറഞ്ഞത്. പക്ഷേ വലിയ ക്യൂ ആണ്. അതിന് പറഞ്ഞ 9-ൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന സമയം 9 കാരണം പൂജകൾ ഇവിടെ നടക്കാനുണ്ട്. നമ്മൾ രാവിലത്തെ പൂജകൾ ഉൾപ്പെടെ പെൻഡിങ് നിൽക്കുകയാണിപ്പോൾ. എന്നാലും വരുന്ന ഭക്തരുടെ പരമാവധി എല്ലാവരെയും തൊഴിച്ചിട്ട് മാത്രമേ നമ്മളത് കണി ദർശനം മാറ്റുള്ളൂ, ഉറപ്പായിട്ടും. ശബരിമലയിലും ഇന്ന് പുലർച്ചെ 4 മണിക്കാണ് ക്ഷേത്രനട തുറന്നത്. തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് ക്ഷേത്രനട തുറന്നു. അതിനുശേഷം ഭക്തർക്കെല്ലാം വിഷു കൈനീട്ടം നൽകി. ശബരിമലയിലും വലിയ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത്. രാവിലെ 7 മണി വരെയായിരിക്കും വിഷുക്കണി ദർശനം ശബരിമലയിൽ ഉണ്ടാവുക. ശേഷമായിരിക്കും മറ്റ് പൂജകളൊക്കെ ആരംഭിക്കുക. ഏതായാലും ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലും ശബരിമലയിലും വിഷുദിനത്തിൽ വലിയ ഭക്തജനത്തിരക്ക് തന്നെയാണ് വിഷുക്കണി ദർശനത്തിനും ഒപ്പം തന്നെ ദർശനത്തിനുമായി അനുഭവപ്പെടുന്നത്.